മലപ്പുറം ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനുമായി ജില്ലാ കളക്ടർ വി.ആർ. വിനോദിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ജില്ലയിലെ വന്യജീവി അക്രമം തടയുന്നതിനായി വനംവകുപ്പ് ജനങ്ങളോട് യോജിച്ച് പ്രവർത്തിക്കണമെന്ന് എ.പി. അനിൽകുമാർ എം.എൽ.എ. യോഗത്തിൽ ആവശ്യപ്പെട്ടു. അക്രമത്തിനിരയായവരെ വനംവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പോലുമുണ്ട്. ഇത് ഒഴിവാക്കണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം മൂലമുണ്ടായ നഷ്ടത്തിന് പരിഹാരം നൽകാനായി നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിൽ 42 ലക്ഷം രൂപയും നോർത്ത് ഡിവിഷനിൽ 54.5 ലക്ഷം രൂപയും അനുവദിച്ചതായി നിലമ്പൂർ സൗത്ത് നോർത്ത് DFOമാർ എ.പി. അനിൽകുമാർ എം.എൽ.എയുടെ ചോദ്യത്തിന് ഉത്തരമായി അറിയിച്ചു. തുകയുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. വിതരണം പൂർത്തിയാകുന്നതോടെ നിലവിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്കെല്ലാം നഷ്ടപരിഹാര തുക ലഭിക്കുമെന്നും ഇവർ അറിയിച്ചു. അനന്തരാവകാശ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം പലപ്പോഴും നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തടസ്സമാവുന്നതായും ഇത് ഒഴിവാക്കാൻ അനന്തരാവകാശ സർട്ടിഫിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കണമെന്നും തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിന് പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ സഹകരണവും കളക്ടർ അഭ്യർത്ഥിച്ചു. പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എ.പി. അനിൽകുമാർ എം.എൽ.എ, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ പി. കാർത്തിക്, ജി. ധനിക് ലാൽ, മലയോര മേഖലയിലെ തദ്ദേശ വകുപ്പ് അധ്യക്ഷർ, സെക്രട്ടറിമാർ, വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. CCN മലപ്പുറം.